ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ കിമ്മും കാങ്ങും മാസ്ക് ഇട്ട് അവിടേക്ക് വരും. നീയൊക്കെ ഏതാടാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹൈസ്കൂൾ സൂപ്പർ ഹീറോസ് ആണെന്ന് പറയും. വെള്ള ഇട്ടത് കിമ്മും മറ്റേത് കാങ്ങുമായിരിക്കും. അവിടുന്ന് നേരെ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് കിമ്മിനോട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറയും. ഇപ്പോൾ നിനക്ക് അടി കിട്ടിയപ്പോൾ വേദനിച്ചോടാ. എന്നിട്ട് ബുള്ളി ചെയ്ത പയ്യനെ വിളിപ്പിച്ച് ഹിയോപ്പിനോട് സോറി പറയാൻ പറയും. അവൻ സോറി പറയും. അങ്ങനല്ല, അവൻ്റെ കണ്ണിലേക്ക് നോക്കി സോറി പറയാൻ പറയും. അവൻ പറഞ്ഞ പോലെ സോറി ചോദിക്കും. കാങ്, എന്താ വേണ്ടത്? ഇവന് ക്ഷമ കൊടുക്കണോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അല്ലേലും നീ ക്ഷമിച്ചതുകൊണ്ട് ഇവൻ നന്നാവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നിനക്കിതിൽ നീതി കിട്ടണമെങ്കിൽ നിനക്ക് കിട്ടിയ പോലെ ഇവനും തിരിച്ചു കൊടുക്കുക എന്നതാണ്. ഇനി ഇവൻ നിന്നെ അടിക്കുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട. കാരണം എൻ്റെ പാർട്ട്ണർ ഈ റെക്കോർഡ് ചെയ്തതൊക്കെ ലീക്ക് ചെയ്ത് വിടും. അപ്പോൾ തിരിച്ചടിക്കല്ലേ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ ഹ്യോപ്പിനൊരു ചവിട്ട് കൊടുക്കുകയാണ്. ശേഷം അവർ ഒരുമിച്ചിരുന്ന് ഞാൻ അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരിക്കും. എന്നിട്ട് അവർ ഡ്രസ്സിങ് റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റും. കാങ്, നീ എന്നെ കഴിക്കാൻ കൂട്ടാതെ പോവുകയാണോ? എനിക്ക് വിശക്കുന്നുണ്ട്, എൻ്റെ ട്രീറ്റ്. അപ്പോൾ നീ ട്യൂഷനിലേക്ക് പോവുകയാണോ ചോദിക്കുമ്പോൾ അതൊക്കെ എന്നേ അവസാനിപ്പിച്ചതാണെന്ന് പറയും. ലേറ്റായി, എനിക്ക് പോകണമെന്ന് പറയുന്നു. ശേഷം കാങ് ഹോസ്പിറ്റലിൽ അവൻ്റെ കോമയിൽ കിടക്കുന്ന ഫ്രണ്ടിനെ കാണാനായി ചെന്നിരിക്കുകയാണ്. അവിടുന്ന് ഹ്യോപ്പിൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്ത് നോക്കും. അവൻ്റെ ഫ്രണ്ടിനോട്, നിനക്ക് ഹ്യോപ്പിൻ്റെ സൗണ്ട് ഓർമ്മയുണ്ടോടാ? ഇന്നലെ ഞാൻ അവനെ മുട്ടുകുത്തി ചിരുത്തി. ഹ്യോപ്പ് കാരണമാണ് ഇവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ കിമ്മിൻ്റെ ബ്രദറും ഹ്യോപ്പ് പഠിച്ച സ്കൂളിലാണല്ലോ പഠിച്ചിരുന്നത്. ചിലപ്പോൾ അവൻ്റെ ബുള്ളിങ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. അവിടുന്ന് കാങ് പോയ സമയം അവൻ്റെ വിരലൊന്നും അനങ്ങും. ശേഷം അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ നടക്കുകയായിരിക്കും. കാങ് ഒക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടാവും. സാർ, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാ പേപ്പേഴ്സും കളക്ട് ചെയ്ത് അവിടുന്ന് പോകുന്നു. കാങ് ചെന്ന് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് ആരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സാംസ് ഒക്കെ എന്ന് കഴിയുന്നോ അന്നൊരു കംബാക്ക് ഉണ്ട്. ശേഷം ചോയ് തൊപ്പിയെ വീണ്ടും അവരുടെ ഗ്യാങ്ങിലേക്ക് വിളിക്കുകയാണ്. അവൻ, ഇമാതിരി പണിക്ക് ഞാനില്ല, എനിക്കിത് കഴിഞ്ഞ് ജിമ്മിൽ പോകണം. ഞാൻ ബോക്സിങ് വീണ്ടും തുടങ്ങി. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വീണ്ടും വന്നാൽ നിന്നെയായിരിക്കും ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത്. അപ്പോഴാണ് അവിടേക്ക് കിമ്മും കാങ്ങും എത്തുന്നത്. ട്രെയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ വെറുതെ പിന്തിരിപ്പിക്കാൻ നോക്കല്ലേ. ചോയ് അവിടുന്ന് പോകുന്നു. തൊപ്പി അവരോട്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ചോയും സിയോങ്ങും ഒന്നും ഇങ്ങനത്തെ ആൾക്കാരായിരുന്നില്ല. അവരുടെ ഇടി അത്രയും സ്ട്രോങ് ആണെന്ന് അവരെന്ന് മനസ്സിലാക്കിയോ അന്ന് മുതലാണ് അവരിങ്ങനെ ആയി തുടങ്ങിയത്. നിന്റെ ഈ പോക്ക് കണ്ടപ്പോൾ നീയും അവരെ പോലെ ആകുമെന്ന് ഞാൻ പേടിച്ചു. എന്തായാലും ആയില്ലല്ലോ. അപ്പോൾ കിമ്മ് കാങ്ങിനെ ഒന്ന് നോക്കുന്നുണ്ട്. ശേഷം അവരുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്ന പുതിയ സ്റ്റുഡൻറ്റ് വന്നിരിക്കുകയാണ്. സാർ അവനോട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പാണെന്ന് പറയും. ഒരു ഹാറ്റൊക്കെ വെച്ച പയ്യനായിരിക്കും. അതുകൊണ്ട് നമുക്കിവനെ ഹാറ്റ് എന്ന് വിളിക്കാം. ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോകുന്നത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കും. അവൻ തേർഡ് ഇയർ ആയിരിക്കും. സിയോങ്ങിൻ്റെ ക്ലാസ്സിൽ നേരെ കയറിയിരിക്കുന്നത് സിയോങ്ങിൻ്റെ സീറ്റിലും. അപ്പോൾ പിള്ളേരെല്ലാം അത് തന്നെ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ സിയോങ് അവിടെ എത്തും. അവൻ, ആരാ, ഇന്ന് ട്രാൻസ്ഫറായി വന്നതാണോ? അതെ. എന്നിട്ട് ഇതെന്ത് കോലം, ഹാറ്റൊക്കെ വെച്ചിട്ടാണോ ക്ലാസ്സിലിരിക്കുന്നത്? അപ്പോൾ അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് വൈസ് പ്രിൻസിപ്പാൾ സമ്മതിച്ച് തരികയും ചെയ്തു. ആയിക്കോട്ടെ, ഇപ്പോൾ ഒന്ന് എണീക്കുമോ? ഇതെൻ്റെ സീറ്റാ. അപ്പോൾ ഹാറ്റ് സോറി പറഞ്ഞ് എഴുന്നേറ്റ് കൊടുക്കും. സിയോങ്, നിൻ്റെ സോറി എനിക്ക് ക്യാഷായി തന്നാൽ മതി. അപ്പോൾ കാശിനൊക്കെ ഭയങ്കര ടൈറ്റാ. അപ്പോൾ അവൻ കാശും കൊടുക്കും. അത് കൊടുക്കുന്നതിന് മുമ്പേ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എനിക്ക് വളരെ ശാന്തമായി ഇവിടെ ജീവിച്ചു പോകണം. അതിനെന്നെ സഹായിക്കാൻ പറ്റുമോ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 1,00,000 വോൺ ഓരോ ആഴ്ചയിലും തരേണ്ടി വരും. ഇനി നിൻ്റെ പൈസ ഇല്ലെങ്കിൽ നിന്റെ ശരീരം കൊണ്ട് ആ ക്യാഷ് വീട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ അടിച്ചു തോൽപ്പിക്കാൻ. പെട്ടെന്ന് അവിടേക്ക് സാറ് വരും. അവരെ രണ്ടുപേരെയും ഓഫീസിലേക്ക് വിളിപ്പിക്കും. ശേഷം ആകെ കലിപ്പായിരിക്കും സിയോങ്. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. അവൻ ചോയിയെ വിളിക്കും. ശേഷം കിം വരുമ്പോൾ അവിടെ കാങ്ങും ചോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. കാങ് അവനോട് 3rd ഇയറിൽ ഒരു സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫറായി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് സിയോങ്ങുമായി ഫൈറ്റ് ചെയ്തു. അപ്പോൾ എന്തിന്? അവൻ ഈ സ്കൂൾ പിടിച്ചെടുക്കാൻ വേണ്ടി. സിയോങ്ങിനെ അടിച്ചു വീഴ്ത്തിയാൽ പിന്നെ അവനാവുമല്ലോ ഇവിടുത്തെ മെയിന്. കിം, എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയും. ഇതൊക്കെ സിയോങ് ചോയെ പറഞ്ഞേൽപ്പിച്ചതായിരിക്കും ഇത്. ശേഷം കിമ്മും കാങ്ങും ട്രാൻസ്ഫറായി വന്ന ഹാറ്റിനെ കാണാനായി അവൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലും. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടു, അപ്പോൾ ഒന്ന് കാണാൻ വന്നതാ. നിനക്ക് ഈ സ്കൂൾ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് സിയോങ്ങിനെയല്ല കിമ്മിനെയാണ് വീഴ്ത്തേണ്ടത്. ഹാറ്റ്, നമുക്ക് ശാന്തമായി വേറെ എവിടെയെങ്കിലും ചെന്ന് സംസാരിക്കാമെന്ന് പറയും. ശേഷം അവർ റൂഫ് ടോപ്പിലേക്ക് ചെല്ലും. അവിടുന്ന് കാങ് അവൻ്റെ പേര് ശ്രദ്ധിക്കും. ലീ ഗോൾ എന്നായിരിക്കും അവൻ്റെ പേര്. അവൻ്റെ മുമ്പത്തെ സ്കൂൾ ഏതാണെന്നും കാങ്ങിന് മനസ്സിലാവും. ഹാറ്റ്, എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുകയാണ്. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശവുമില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ സിയോങ്ങിന് കൂടെ ഫൈറ്റ് ചെയ്തത് എന്തിനാ? അവനാണ് എന്നെ അടിക്കാൻ വന്നത്. ഞാൻ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നാൽ നീ എന്നെയും കൂടെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കെന്ന് പറയും. പെട്ടെന്ന് കാങ് വന്ന് അവനെ തടയും. നമുക്ക് പിന്നെ ഫൈറ്റ് ചെയ്യാം. ഹാറ്റ്, ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുതെന്ന്. ഞാൻ തല്ലിയാൽ നീ ചത്തുപോകും. കാങ് അവനോട്, ഞാൻ നിന്നെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് നടന്നതിനൊക്കെ ഞാൻ സോറി ചോദിക്കുന്നു. പിന്നെ ഞങ്ങൾ നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നത് നീയും ഇനി വേറൊരു ബുള്ളിയാണെന്ന് കരുതിയ. ഹാറ്റ്, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നതും ബുള്ളീസും ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? കിം, വ്യത്യാസമുണ്ട്. ഞങ്ങൾ അടിക്കുന്നത് വൃത്തികെട്ട ബുള്ളീസിനെയാണ്. ഹാറ്റ്, അപ്പോൾ ആരാ തീരുമാനിക്കുന്നത് അവർ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്? അപ്പോൾ ഞാൻ നല്ലതാണോ ചീത്തയാണോ? അതുപോലെ നീയോ? അപ്പോൾ കിം ഒന്ന് പതറും. ശേഷം അവർ ഫൈറ്റ് ചെയ്തില്ലെന്ന കാര്യം ചോയ് വന്ന് സിയോങ്ങിനോട് പറയും. അവന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ വിട്ടു. ശേഷം കാങ് അവൻ മുമ്പ് പഠിച്ച സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു വല്ലാത്ത സ്കൂളാണ്. ജുവനൈൽ ക്രൈംസ് ഒരുപാട് നടക്കുന്ന സ്കൂളാണ്. ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്ററിലുള്ള ആൾക്കാർക്ക് പോലും അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഫൈറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഫൈറ്റിംഗ് സ്കിൽസിനനുസരിച്ച് എല്ലാ കുട്ടികളെയും റാങ്ക് ചെയ്യും. നായ്ക്കളെ പോലെ എല്ലാവരും പരസ്പരം അടികൂടും. അതവിടുത്തെ റൂളാണ്. വേറെ വഴിയില്ല, അടികൂടിയേ പറ്റൂ. അവിടെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ എടുത്തിട്ട് അലക്കി അവിടെയുള്ള ഒരു ലൂസറായി ജീവിക്കേണ്ടി വരും. ഹാറ്റ് ഒരു സാധാരണ സ്കൂളിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫറായി വന്നത് അവിടെയുള്ള എല്ലാത്തിനെയും തോൽപ്പിച്ചാണ്. ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ എല്ലാവരെയും തോൽപ്പിക്കണം. ആ ട്രാൻസ്ഫർ കിട്ടാനായി കുട്ടികൾ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ നേരത്താണ് ഹാറ്റിൻ്റെ പിന്നാലെ സിയോങ്ങും ഗാങ്ങും പോകുന്നതായി കാണുന്നത്. ഇത് മനസ്സിലാക്കിയ ഹാറ്റ് അവിടുന്ന് ഓടും. ഗാങ്ങും അവരുടെ പിന്നാലെ ഓടുന്നു. കിമ്മിനെ വിളിക്കുമെങ്കിലും അവൻ അനങ്ങില്ല. അങ്ങനെ ഓടി ഓടി ഒരു ഇടവഴിയിലെത്തിക്കും അവൻ. അതൊക്കെ കഴിഞ്ഞ് കാങ് വന്ന്, നിങ്ങളൊരു സംഭവം തന്നെ. പിന്നെ ഈ ഫൈറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സഹായം വേണ്ടി വന്നാൽ ഞാൻ നിങ്ങളെ വിളിക്കും, ഒറ്റ പ്രാവശ്യത്തേക്ക്. അപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അയ്യോ, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നെങ്കിലും നിങ്ങളെ എനിക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം വീട്ടിലെത്തിയ കിമ്മിനെ അവൻ്റെ അച്ഛൻ അടിക്കും. നിന്റെ മിഡ് ടേംസിലും മാർക്ക് കുറഞ്ഞു. നീ ട്യൂഷന് പോകാറില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഈ കുറച്ച് ദിവസങ്ങളിലായി നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? എന്നിട്ട് വീണ്ടും തല്ലാൻ നേരം അമ്മ വന്ന് തടയും. എന്തിനാ അവനെ അടിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? അതല്ലേ ഞാനും ചോദിക്കുന്നത്. അതിങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇനിയും അവനെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത് നിർത്ത്. നിങ്ങൾ പഠിപ്പിക്കുന്ന രീതി വളരെ മോശമാണ്. അതാണ് അവനെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നു. ശേഷം ഒരു പാലത്തിൻ്റെ അടിയിലായി ഒരുത്തനെ കുറച്ച് പേര് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ സമയം മാസ്ക് ഇട്ട് കിമ്മും കാങ്ങും അവിടെ നിൽക്കുന്നുണ്ടാവും. കിം, വീക്കായ കുട്ടികളെ ബുള്ളി ചെയ്യുന്നത് നീ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ ഇപ്പോൾ നിന്റെ വേദനയിൽ നിനക്ക് സ്വയം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ദേഷ്യം തീരുവോളം അവനെ അടിക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.